സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഒരു വീണെടുത്തുനിന്ന് ഉരുളലാണ്. നമ്മുടെ സംസ്ഥാനം ഇതേവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ധവളപത്രങ്ങളൊക്കെ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റായിരുന്നു. ഇതാണ് ശരിയായ ധവളപത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർ, അത് വിചിത്രമായൊരു വാദമാണ്. സർ, നമ്മുടെ സംസ്ഥാനത്ത് അപ്പുറത്തായാലും ഇപ്പുറത്തായാലും മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ധവളപത്രം ഇറക്കിയിട്ടുണ്ട്. സർ, ഇവിടെ പ്രശ്നം ധനകാര്യ വകുപ്പിനെ ഇരുട്ടിൽ നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. ഇതിനു മുൻപുള്ള എല്ലാ ഗവൺമെൻറ്റുകളും, ഞങ്ങളതായാലും UDF-ൻ്റെതായാലും, ധനകാര്യ വകുപ്പാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. സർ, ഇവിടെ ധനകാര്യ വകുപ്പല്ല തയ്യാറാക്കിയത്. അതാണ് ഗൗരവമായ വിഷയം. അപ്പോൾ ധനകാര്യ വകുപ്പ് നേരത്തെ തയ്യാറാക്കിയ അത്തരം ഡോക്യുമെൻറ്റുകൾ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റാണെന്ന് മുഖ്യമന്ത്രി പറയുന്നത് വിചിത്രമായൊരു വാദഗതിയായിപ്പോയി. സർ, ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ്. അത്തരമൊരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ഇവിടെ കൊണ്ടുവന്നത് തീർത്തും അനുചിതമായ നടപടിക്രമമാണ്. സർ, ആ ഉപദേശം തേടുന്നവരെ പറ്റി ഞങ്ങൾക്കാർക്കും വ്യത്യസ്ത അഭിപ്രായമില്ല. വിദഗ്ധരുടെ ഉപദേശം പല കാര്യങ്ങളിലും തേടേണ്ടി വരും. ഗവൺമെൻറ് ഇനിയും തേടേണ്ടതായിട്ട് വരും. പക്ഷേ ധവളപത്രം തയ്യാറാക്കുന്നത് നമ്മുടെ ധനകാര്യ വകുപ്പായിരിക്കണമായിരുന്നു. അതിൻ്റെ വ്യതിയാനമാണ് വന്നിട്ടുള്ളത്. ഇതൊരു കൃത്യമായ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റാണ്. ഉള്ളടക്കം നോക്കി ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ നടത്തിയതാണ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. സാർ, ഒരു അങ്ങ് ഇതിന് എതിരായിട്ടൊരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഏത് നടപടിക്രമമാണ്, ഏത് ആക്റ്റാണ്, ഏത് റൂൾസാണ്, ഏത് പ്രൊസീജിയറാണ് ലംഘിച്ചുകൊണ്ടാണ് ഇത് നടത്തിയതെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ജസ്റ്റ് പറയാമല്ലോ, ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ്. അങ്ങ് ഇത് വായിച്ചു നോക്കിയിട്ട് പോലില്ലല്ലോ. വായിച്ചു പോലും നോക്കാതെ അങ്ങയുടെ കയ്യിൽ ഇപ്പോൾ കോപ്പി എത്തുന്നേ ഉള്ളൂ. അതിനു മുമ്പ് ഇതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ആണെന്ന് അങ്ങ് എങ്ങനെയാണ് മുൻകൂട്ടി പറയണത്? അത് മുൻവിധിയോടുകൂടി അങ്ങ് പറയാണ്. മുൻവിധിയോടുകൂടി അതിൻ്റെ കവർ എത്തുന്നേ ഉള്ളൂ. അവിടെ ആ കവർ എത്തുന്നേ ഉള്ളൂ. എൻ്റെ കയ്യിൽ കിട്ടിയ, ഞങ്ങൾ ക്യാബിനറ്റ് പരിശോധിച്ചുകൊണ്ട് എനിക്കറിയാം, അങ്ങ് ഇത് കണ്ടിട്ട് പോലുമില്ല. കാണുന്നതിന് മുമ്പ് ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞത് ഉചിതമായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.